എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. ICDS, തൊഴിലുറപ്പ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, കുടുംബശ്രീ, VEO എന്നീ ഓഫീസുകളും കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസും കുടുംബശ്രീ പിങ്ക് കഫേയും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. പകർച്ചവ്യാധികൾ പകരുന്നത് തടയാൻ നേതൃത്വം കൊടുക്കേണ്ട പഞ്ചായത്ത് ഓഫീസിൽ തന്നെ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുമ്പോൾ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിച്ച് വരുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന്റെ ചുറ്റുഭാഗത്തും മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. മാസങ്ങളായിട്ട് വൃത്തിഹീനമായ രീതിയിലാണ് ഈ ബിൽഡിങ്ങും പരിസരവും ഇവിടെ കിടക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായും ഉദ്യോഗസ്ഥരുമായും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈച്ചയും കൊതുകും പെരുകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മെമ്പർമാരുടെ പ്രതിഷേധം അറിയിച്ചെങ്കിലും സെക്രട്ടറി സ്ഥലത്തെത്താനോ സംസാരിക്കാനോ തയ്യാറായില്ല. പഴയ കെട്ടിടത്തിന് മുകളിലെ കമ്മ്യൂണിറ്റി ഹാളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്നും ഇവിടെ പരിശോധിക്കുന്നതിന് സെക്രട്ടറി അനുവദിച്ചില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. തുടർന്ന് മെമ്പർമാർ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. ജനപ്രതിനിധികളോടുള്ള സെക്രട്ടറിയുടെ ധിക്കാരപരമായ സമീപനത്തിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ ഫ്രിജോ വടക്കൂട്ട്, മീന ശലമോൻ, റിജി ജോർജ്, MB വിജീഷ്, MR സജിത, ആനി ടീച്ചർ, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി.